ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായിട്ടുള്ള ആ ഒരു വലിയ തകർച്ചയിൽ നിന്നും പൂർണ്ണമായിട്ടും കരകയറിക്കൊണ്ട് എല്ലാ നഷ്ടങ്ങളും തിരിച്ചു പിടിച്ചുകൊണ്ട് ബുൾസ് മാർക്കറ്റിൽ ശക്തമായിട്ട് തിരിച്ചു വരുന്നതിൻ്റെ ചില ലക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിന്ന് 24,200 എന്നുള്ള ആ ഒരു നിർണായക ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1% ഒരു മുന്നേറ്റമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ബ്രോഡ് മാർക്കറ്റിൽ 65% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 31% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. ഭൂരിഭാഗം സെക്ടേഴ്സും ഇന്ന് പച്ചകത്തി നിൽക്കുന്നത് കാണാം. ബ്രോഡ് മാർക്കറ്റിൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എല്ലാം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് നല്ല നേട്ടത്തിലാണ് അവസാനിച്ചത്. കൂടാതെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലും സൗത്ത് കൊറിയയിലും ജപ്പാന്റെ നിക്കയിലും അതുപോലെ ഹോങ്കോങ്ങിന്റെ ഹാങ്സങ്ങും ഒക്കെ ശക്തമായ മുന്നേറ്റം ഇന്ന് കാഴ്ചവെച്ചിരുന്നു. അപ്പോൾ ഈ ഒരു അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് ഇന്ത്യൻ മാർക്കറ്റിന് ഒരു കരുത്തായി മാറിയിട്ടുള്ളത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന US-ഇറാൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ക്രൂഡ് ഓയിൽ വില 76 എന്ന ലെവലിലേക്ക് താഴോട്ടേക്ക് വന്നത് ഇന്ത്യയെ പോലെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ US സംഘർഷങ്ങൾ വലിയ തോതിൽ മാർക്കറ്റിനെ ഇപ്പോൾ എഫക്റ്റ് ചെയ്യുന്നില്ല. നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ US സെൻട്രൽ കമാൻഡ് ഇറാന്റെ തീരപ്രദേശങ്ങളിലുള്ള ഏകദേശം 90ഓളം സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ ഡ്രോൺ സംഭരണശാലകൾ, ആണവ നിലയത്തിന് സമീപമുള്ള സൈനിക കേന്ദ്രങ്ങൾ, അതുപോലെ ചബഹാർ പോർട്ടിന് സമീപമുള്ള ട്രാഫിക് കൺട്രോൾ ടവർ, ഇവയൊക്കെ US വ്യോമാക്രമണത്തിൽ നല്ല പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ഇറാനും അവരാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടി നടത്തുന്നുണ്ട്. അവരുടെ സുപ്രീം ലീഡർ അലി ഖുമൈനിയുടെ സംസ്കാര ചടങ്ങ് മഷാദിൽ നടക്കുന്നതിനിടയിലാണ് ഇറാൻ ഇപ്പോൾ തിരിച്ചടി നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ കുവൈത്ത്, ബഹ്റൈൻ, ജോർഡാൻ പോലെയുള്ള US ബേസുകൾ നേരെയാണ് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും വന്നിട്ടുള്ളത്. പക്ഷേ US പ്രതിരോധ സംവിധാനങ്ങൾ അതിനെയൊക്കെ തകർത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹോർമസ് സ്ട്രൈറ്റിലൂടെയുള്ള ആ ഒരു കപ്പൽ ഗതാഗതം പൂർണ്ണമായിട്ട് ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. 100 കണക്കിന് കപ്പലുകളും 5000-ലധികം ജീവനക്കാരും കടലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കാരണം സുരക്ഷാ കാരണങ്ങളാൽ ഈ പാത വഴിയുള്ള യാത്ര ഒഴിവാക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ മാരിടൈം ഏജൻസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ട്രംപ് ഇപ്പോഴുള്ള ഈ സൈനിക നീക്കങ്ങൾ പെട്ടെന്ന് അവസാനിക്കുമെന്ന് സൂചന നൽകിയതും അതേപോലെ തന്നെ പാകിസ്ഥാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ വീണ്ടും സമാധാന ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ നടത്തുന്നതുമൊക്കെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് കാണുന്നുണ്ടെങ്കിലും ഈ ഹോർമസ് സ്ട്രൈറ്റിന്റെ ആ ഒരു നിയന്ത്രണം ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു നിലപാടിൽ തുടരുന്നതിനാൽ ഇപ്പോഴും ആ ഒരു ഭീതി പൂർണ്ണമായിട്ടും ഒഴിവായിട്ടില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡിൽ തന്നെയാണ്. അതുപോലെ ഇന്ന് മാർക്കറ്റിൽ വളരെ പോസിറ്റീവായി വന്നിട്ടുള്ള മറ്റൊരു കാര്യം ഇന്നലെ വന്നിട്ടുള്ള TCSന്റെ റിസൾട്ടാണ്. അത് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ചതായിരുന്നു. കമ്പനിയുടെ റവന്യൂവിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വളർച്ചയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വികസിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളും ഇതൊക്കെ മൊത്തത്തിൽ സെക്ടറിന് ഒരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. ഇന്ന് IT സെക്ടറിൽ ഏകദേശം 2% മുന്നേറ്റം ഉണ്ടായി. LTI Mindtree, Oracle ഫൈനാൻഷ്യൽ സർവീസസ്, പെർസിസ്റ്റന്റ് സിസ്റ്റം ഒക്കെ 4% മുതൽ 5% വരെ ഇന്ന് മുന്നേറിയതായിട്ട് കാണാം. അതുപോലെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സെഗ്മെന്റിലുള്ള പല IT സെഗ്മെന്റ് സ്റ്റോക്കുകളിലും നല്ല മുന്നേറ്റം കാണാം. ഇപ്പോൾ സെൻസാർ ടെക്നോളജി നമ്മുടെ ഒരു സ്വിംഗ് പിക്ക് ആയിരുന്നു, അത് ഇന്ന് നല്ല മുന്നേറ്റം നടത്തിയതായിട്ട് കാണാം. അപ്പോൾ IT ഇൻഡെക്സിന് പുറമെ PSU ബാങ്ക് ഇൻഡെക്സ്, റിയൽറ്റി ഇൻഡെക്സ്, മെറ്റൽ, അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകൾ ഇവയിലൊക്കെ നല്ല ഒരു മുന്നേറ്റം ഇന്ന് പ്രകടമായിട്ട് കാണാമായിരുന്നു. അപ്പോൾ PSU ബാങ്ക് ആയിട്ടുള്ള ഇന്ത്യൻ ബാങ്കിന്റെ Q1 റിസൾട്ടുകൾ വന്നിരുന്നു. അപ്പോൾ അത് ഇന്ത്യൻ ബാങ്ക് സ്റ്റോക്കിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. 10% വരെ സ്റ്റോക്ക് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ് 10% വർദ്ധിച്ചിട്ട് 3,300 കോടിയായിട്ട് ഉയർന്നതായിട്ട് കാണാം. 3,000 ആയിരുന്നു കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ്. കൂടാതെ ഇൻട്രസ്റ്റ് ഇൻകം അത് 11% വർദ്ധിച്ചിട്ട് 18,100 കോടിയായിട്ടും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ബാങ്കിന്റെ ആ ഒരു വായ്പാ വളർച്ച 14%, ഡെപ്പോസിറ്റ് വളർച്ച 13%-ആയിട്ടും ഉയർന്നിട്ടുണ്ട്. ആക്ച്വലി ബാങ്ക് ഓൾറെഡി ലക്ഷ്യമിട്ടതിനേക്കാൾ നല്ല ഉയർന്ന നിരക്കിലാണ് ഈ ഡെപ്പോസിറ്റ് ഗ്രോത്തും ക്രെഡിറ്റ് ഗ്രോത്തും നടന്നിട്ടുള്ളത്. അതുപോലെ ബാങ്കിന്റെ അസറ്റ് ക്വാളിറ്റിയും ഗണ്യമായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഗ്രോസ് NPA 1.9% നിന്ന് 1.86 ആയിട്ടും നെറ്റ് NPA 0.15 എന്ന നിലയിലും ശക്തമായിട്ട് തുടരുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട PSU ബാങ്ക് ആയിട്ടുള്ള ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ റിസൾട്ടും ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ 26% വർദ്ധിച്ചിട്ട് 2,020 കോടിയായിട്ട് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നതായിട്ട് കാണാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ Q1 ക്വാർട്ടറിൽ അത് 1,593 കോടി രൂപയായിരുന്നു. ഇപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 14% വർദ്ധിച്ചിട്ട് 3,770 കോടിയായിട്ടും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ കാണാം. അതുപോലെ ബാങ്കിന്റെ ആ ഒരു NPA നിരക്ക് വീണ്ടും കുറഞ്ഞതും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഗ്രോസ് NPA 1.45% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ നെറ്റ് NPA 0.18%-ൽ നിന്നും 0.13% ആയിട്ടാണ് മെച്ചപ്പെട്ടിട്ടുള്ളത്.
അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട PSU ബാങ്കുകളുടെ പ്രകടനം മൊത്തത്തിൽ ബാങ്കിങ് സെക്ടറിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ PSU ബാങ്ക് സ്റ്റോക്കുകളിലാണ് ശക്തമായ മുന്നേറ്റം ഉണ്ടായത്. 3% മുന്നേറ്റം മൊത്തം ഇൻഡെക്സിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പ്രൈവറ്റ് ബാങ്കിലും ഇതിന്റെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. 1% മുന്നേറ്റം അവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ഇന്ന് മാർക്കറ്റ് അവറിൽ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡാറ്റ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് പുറത്തുവിട്ട ജൂൺ മാസത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ഡാറ്റകളാണ്. ഇപ്പോൾ ജൂൺ മാസത്തിൽ മാത്രം സിപ്പ് ഇൻവെസ്റ്റ്മെന്റ് വഴി ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയത് 31,751 കോടി രൂപയാണ്. ഇത് കഴിഞ്ഞ 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള ഒരു ഇൻഫ്ലോ ആണ്. അപ്പോൾ മെയ് മാസത്തെ അപേക്ഷിച്ചിട്ട് ഏകദേശം 3% വർധനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നോക്കുകയാണെങ്കിൽ 17% വളർച്ചയാണ് ഇയർ ഓൺ ഇയറിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ മ്യൂച്വൽ ഫണ്ട് ആ ഒരു മൊത്തം ഇൻഡസ്ട്രി അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 82 ലക്ഷം കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിൽ അത് 81 ലക്ഷമായിരുന്നു. അപ്പോൾ ഇത് ഗ്രാജുവലായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള ഇൻഫ്ലോ 26% വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ലാർജ് ക്യാപ്പിൽ 29% വർധനവും, മിഡ് ക്യാപ്പിൽ 39% വർധനവും, സ്മോൾ ക്യാപ്പിൽ 13% വർധനവും, ഫ്ലെക്സി ക്യാപ്പുകളിൽ 1% കൂടുതൽ വർധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈക്വിറ്റി അക്രോസ് സെഗ്മെന്റിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ സാധാരണക്കാരായിട്ട് നിക്ഷേപകർക്കിടയിൽ മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിക്കുന്നതായിട്ടും അവർ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് സിപ്പുകളെ വളരെ വലിയ തോതിൽ ആശ്രയിക്കുന്നതുമായിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ചെറിയ തുകകൾ കൃത്യമായ ഇടവേളകളിൽ നിക്ഷേപിക്കുന്ന ആ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ രീതിക്ക് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ സ്വീകാര്യതയേറുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ഡാറ്റയാണ് AMFI പുറത്തുവിട്ടതായിട്ട് നമ്മൾ കാണുന്നത്. ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തിയ മറ്റൊരു സെക്ടർ നമ്മൾ കാണുന്നത് ഫിൻടെക് മേഖലയിലുള്ള കമ്പനികളാണ്. അപ്പോൾ ഇന്ത്യയുടെ ഫിൻടെക് രംഗത്തെ ഒരു പ്രമുഖ കമ്പനിയായിട്ടുള്ള റാസർപേ അവർ തങ്ങളുടെ ലിസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് സെബിക്ക് ഓൾറെഡി അതിൻ്റെ DRHP സമർപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു മുന്നേറ്റം മൊത്തം ഫിൻടെക് കമ്പനികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ റാസർപേയുടെ IPO ഏകദേശം 5000 മുതൽ 6000 കോടി സമാഹരിക്കാനുള്ള ഒരു IPO ആണ്. ഇതിൽ 2700 കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ്. അപ്പോൾ ബാക്കി വരുന്നത് ഓഫേഴ്സ് ആയിരിക്കും. ഈ ഒരു IPO വാർത്ത എത്തിയതോടെ ഓൾറെഡി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റ് ഫിൻടെക് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ആകർഷിക്കപ്പെട്ടതായിട്ട് കാണും. ഇപ്പോൾ പേടിഎമ്മിൽ ശക്തമായ ഒരു പോസിറ്റീവ് ബൈങ് നടന്നതായിട്ട് കാണാം. 6% ഇന്ന് ഉയർന്നിട്ടാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓൾറെഡി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മൊബിക്വിക്ക് എന്നുള്ള ആ ഒരു പേയ്മെന്റ് ആപ്പിൽ 10% മുന്നേറ്റമാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ അടുത്തിടെ ഫോൺ പേ പോലുള്ള കമ്പനികൾ തങ്ങളുടെ IPO മാറ്റിവെച്ച സാഹചര്യത്തിൽ റാസർപേയുടെ ഈ ഒരു നീക്കം ഫിൻടെക് മേഖലയ്ക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സെക്ടർ നമ്മൾ കാണുന്നത് നിഫ്റ്റി റിയാലിറ്റി സെക്ടറാണ്. ഇന്നലെയും ഇന്നുമായിട്ട് തുടർച്ചയായ മുന്നേറ്റമാണ് റിയാലിറ്റി സ്റ്റോക്കുകൾ നമ്മൾ കാണുന്നത്. ഇന്ന് 3.5% ഉയർന്നുകൊണ്ട് ഇൻഡെക്സുകളിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഇൻഡെക്സ് ആയിട്ട് റിയാലിറ്റി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വരാൻ പോകുന്ന Q1 റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ റിസൾട്ടുകൾ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ചതായിരിക്കുമെന്നാണ് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള HDFC സെക്യൂരിറ്റീസ് വ്യക്തമാക്കുന്നത്. കാരണം പുറത്തു വന്നിട്ടുള്ള പ്രീ സെയിൽസ് ഡാറ്റകൾ ഈ വർധനവിന് അടിവരയിടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ കാരണം ഗ്ലോബൽ ലെവലിൽ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിലും ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് മേഖലയെ അത് യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. കാരണം അതൊരു വാർ പ്രൂഫ് ആയിട്ടുള്ള ഒരു സെക്ടറായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് വലിയ ആത്മവിശ്വാസമാണ് ഈ മേഖലയിലുള്ളത്. കൂടാതെ ഇന്ത്യയിലെ പ്രീമിയം ലക്ഷറി വീടുകൾ വാങ്ങാനുള്ള ആളുകളുടെ ആ ഒരു താല്പര്യം അത് ശക്തമായിട്ട് തുടരുകയാണ്. അപ്പോൾ പുതിയ പ്രൊജക്റ്റുകളുടെ ലോഞ്ചുകളും തടസ്സമില്ലാതെ നടക്കുന്നുണ്ട്. അപ്പോൾ കാര്യമായ മുന്നേറ്റം നടക്കുന്നത് കമേഴ്ഷ്യൽ റിയാലിറ്റി മേഖലയിലാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാരണം IT കമ്പനികൾ പുതിയ ഓഫീസുകൾ എടുക്കുന്നത് കുറയുമെന്നുള്ളൊരു ഭീതി ഉണ്ടായിരുന്നു. എന്നാൽ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഗ്ലോബൽ കാപ്പബിലിറ്റി സെൻറ്റേഴ്സ് ഓഫീസ് അതിൻ്റെ ലീസിങ് ഡാറ്റകൾ പരിശോധിച്ചാൽ അത് റെക്കോർഡ് നിരക്കിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന കെട്ടിടങ്ങളുടെ കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒക്യുപ്പൻസി വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ പ്രീമിയം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളുടെ ആ ഒരു മാർക്കറ്റും വളരെ ശക്തമായി തുടരുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ബ്രിഗേഡ് എൻ്റർപ്രൈസസ്, ഫിനിക്സ് മിൽസ്, DLF, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഇന്ന് മുന്നേറ്റത്തിൽ നേതൃത്വം വെച്ചതായിട്ട് കാണാം. ഈ HDFC സെക്യൂരിറ്റീസ് 4 ടോപ്പ് പിക്കുകൾ ഈ റിയാലിറ്റി സെഗ്മെൻറ്റിൽ തിരഞ്ഞെടുത്തതായിട്ട് കാണാം. അതിലൊന്ന് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ആണ്. അതിന് 1775 എന്നുള്ള ഒരു ടാർഗറ്റാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ ഒബറോയ് റിയാലിറ്റിക്ക് 2490 എന്നുള്ള ടാർഗറ്റാണ്. ശോഭ ലിമിറ്റഡിന് 1930 എന്നുള്ള ടാർഗറ്റാണ്. അതുപോലെ മഹീന്ദ്ര ലൈഫ് സ്പേസിന് 612 എന്നുള്ള ടാർഗറ്റുമാണ് ഈ HDFC സെക്യൂരിറ്റീസ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് ഓപ്ഷൻ ഡാറ്റകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പുട്ട് കോൾ റേഷ്യോ 1.2 എന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്നലെ അത് 0.89 എന്ന ലെവലിലായിരുന്നു. പുട്ട് റേറ്റേഴ്സ് ശക്തമായിട്ട് മാർക്കറ്റിലേക്ക് വന്നതായിട്ടും അവ ബുൾസിൻ്റെ ഒരു ആധിപത്യം അവിടെ നടക്കുന്നതായിട്ടും നമ്മൾക്ക് ഇപ്പോൾ കാണാം.
അപ്പോൾ 24,100, 24,000 എന്നീ ലെവലുകളിൽ ശക്തമായ പുട്ട് റേറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലുകൾ ഒരു ശക്തമായ സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ള സാധ്യതകളാണുള്ളത്. 24,200 മാക്സ് പെയിൻ ആയിട്ടുള്ള ഒരു ഡാറ്റ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കാം എക്സ്പയറി ഡേ പ്രവർത്തിക്കുക. അപ്പോൾ 24,250, 24,300 എന്നുള്ളത് ശക്തമായ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ഇപ്പം തുടരുന്നുണ്ട്. അപ്പോൾ 24,200, 250 ആ ഒരു ലെവലിൽ നിന്ന് കോൾ റേറ്റേഴ്സ് പിന്മാറിയാൽ മാത്രമേ ഒരു മുന്നേറ്റ മാർക്കറ്റിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 24,200 മുകളിൽ നിഫ്റ്റി ഒരു സ്ഥിരത കൈവരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൾ റേറ്റേഴ്സ് പിന്മാറേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 24,350 ആയിരിക്കും അടുത്ത ഒരു റെസിസ്റ്റൻസായി മാറാൻ പോകുന്നത്. അപ്പോൾ US-ഇറാൻ പ്രശ്നങ്ങളിൽ വരും ദിവസങ്ങളിൽ വീണ്ടും എന്തെങ്കിലും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടായാൽ മാർക്കറ്റ് വീണ്ടും കറക്ഷനിലേക്ക് പോയേക്കാം. അതേപോലെ തന്നെ വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്ന മറ്റ് പ്രമുഖ കമ്പനികളുടെ റിസൾട്ടുകളും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നിർണ്ണയിച്ചേക്കും. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറാത്തതിനാൽ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് രീതി പിന്തുടരുന്നതായിരിക്കും മാർക്കറ്റിൽ ഇപ്പോഴും സുരക്ഷിതമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.